കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മഞ്ഞച്ചോറിൻ്റെ കൂടെ കഴിച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതേ വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് പേസ്റ്റ് ആക്കിയതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് അവളത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പച്ചമണം മാറിയപ്പോഴത്തേക്കും ആ ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 സബോള ഒരു മീഡിയം സൈസ് അരിഞ്ഞതുകൊണ്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടും, അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വാടണം. എന്നിട്ടാണ് പൊടികൾ ഇടുന്നത്. മഞ്ഞപ്പൊടിയും പിന്നെ ഇതിൽ അവൾ ചിക്കൻ കറി ആണെങ്കിൽ പോലും ചിക്കൻ മസാലയല്ല ബീഫ് മസാലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവുള്ളതാണെങ്കിൽ കുറച്ച് ഇടാവുള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ കാശ്മീർ ചില്ലിയും പിന്നെ എരിവുള്ളതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ബീഫ് മസാല ഇടാൻ കാര്യം ഇവിടെ ആർക്കും അങ്ങനെ ചിക്കൻ മസാല ഇട്ട് കറി വെക്കുന്ന ഇഷ്ടമല്ലെന്ന് അവൾ പറഞ്ഞേട്ടാ. പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് കുറച്ച് കിഴങ്ങും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നേരത്തെ തന്നെ ചിക്കനിൽ കുറച്ച് മുളക് പൊടി മാത്രം തേച്ച് മാരിനേറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഓയിലാണ് കേട്ടോ അവൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മാത്രം. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് അത് ഇറങ്ങിക്കോളും. അങ്ങനെ കറി ഏകദേശം തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മല്ലിയില ഇങ്ങനെ വിതറി കൊടുത്തത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണേ.